ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചിട്ടുള്ളതാണ്. ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചിട്ട് NCERT-യിൽ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, അന്താരാഷ്ട്ര സംഘടനകൾ എന്ന് പറഞ്ഞിട്ട് +2 പൊളിറ്റിക്കൽ സയൻസിൽ വരുന്ന ഒരു ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്ററിൽ UN കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട്, അതുപോലെ തന്നെ UN ഏജൻസികളെ കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്തൊക്കെ നടന്നിട്ടുള്ള പല എക്സാംസിലും ആ ഒരു NCERT ടെക്സ്റ്റിൽ നിന്നുള്ള. എല്ലാവർക്കും നിഷ്ഠ PSC-യിലേക്ക് സ്വാഗതം. ഈ ഒരു ചാപ്റ്റർ നമ്മൾ 2 ഭാഗങ്ങളിലായിട്ടായിരിക്കും തീർക്കുന്നുണ്ടാവുക. ഇന്നത്തെ ഒരു പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ചിട്ടും അതിൻ്റെ ഘടകങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ മെയിനായിട്ടും ഇന്നത്തെ ഫോക്കസ് ഐക്യരാഷ്ട്ര സംഘടനയുടെ മുകളിലായിരിക്കും. അതിൻ്റെ ഏജൻസികളെ കുറിച്ചിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇത് വളരെ ലെങ്തി ആയിട്ട് പോകും. അതുകൊണ്ടാണ് കേട്ടോ. നമുക്കറിയാം, ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് ലോകത്തിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ്. അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര സംഘടനകളെ നമ്മൾക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഓക്കെ, രണ്ടായിട്ട് അന്തർ ഗവൺമെന്റ് സംഘടനകളെന്നും അതുപോലെ തന്നെ ഗവൺമെന്റ് ഇതര സംഘടനകളെന്നും രണ്ടായിട്ട് നമ്മൾക്ക് അന്തർദേശീയ സംഘടനകളെ തിരിക്കാവുന്നതാണ്. അന്തർ ഗവൺമെന്റ് അഥവാ ഇന്റർ ഗവൺമെന്റ് ഏജൻസീസ് എന്നാണ് പറയുന്നത്, IGA എന്ന് പറയും. അതിൽ ഉൾപ്പെടുന്നവ ഏതാണെന്നുള്ളതൊന്ന് നോക്കി വെച്ചേക്കാം. UN, യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ. ഓക്കെ, അന്തർ ഗവൺമെന്റ് സംഘടനകളിൽ പെടുന്ന ഏതൊക്കെയാണ്? UN, യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ. അതായത് കുറെ ഗവൺമെന്റിന്റെ ഉള്ളിൽ തന്നെയുള്ള എല്ലാ ഗവൺമെന്റ് എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് അന്തർ ഗവൺമെന്റ് സംഘടനകൾ എന്ന് പറയുന്നത്. ഇനി ഗവൺമെന്റ് ഇതര സംഘടനകളാവുമ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? റെഡ് ക്രോസ്, ആംനെസ്റ്റി, ആഫ്രിക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഗവൺമെന്റ് ഇതര സംഘടനകൾ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ വേൾഡിൻ്റെ ഈ ഒരു വേൾഡ് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പം വേൾഡ് ഹിസ്റ്ററി ഒക്കെ മെയിനായിട്ടും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് അധിക കാര്യങ്ങളും ഒക്കെ നോക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഹിസ്റ്ററിയും കുറച്ച് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ഈക്വലി അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഉള്ള മാർക്സ് എല്ലാം നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെ അന്തർദേശീയ സംഘടനകളെ കുറിച്ച് പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരും, എന്തിനു വേണ്ടിയാണ് ഈ അന്തർദേശീയ സംഘടനകൾ എന്നുള്ളത്. അന്തർദേശീയ സംഘടനകൾ മെയിനായിട്ടും പ്രവർത്തിക്കുന്നത് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സഹകരണവും അല്ലെങ്കിൽ സഹവർത്തിത്വവും ഒക്കെ വികസിപ്പിക്കാനും അത് വളർത്തിയെടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അന്തർദേശീയ സംഘടനകൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പം ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര സംഘടനയും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ യുദ്ധങ്ങളൊക്കെ ഒരു ഫ്രീക്വന്റ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നേനെ. ഓക്കെ, ഇപ്പം കാരണം ഈ ഒരു അന്തർദേശീയ സംഘടനകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവിടെ ചർച്ചകൾ വരുന്നത്. യുദ്ധങ്ങൾ ഉണ്ടാവാതെ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് യുദ്ധങ്ങൾ ഉണ്ടാവാതെ രാജ്യങ്ങളെയൊക്കെ കൊണ്ടുവന്ന് അവർ തമ്മിൽ സംസാരിച്ച് ചർച്ചകൾ ചെയ്ത് അതിനൊക്കെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നതാണ് ഈ അന്തർദേശീയ സംഘടനകൾ എന്ന് പറയുന്നത്. രാജ്യങ്ങൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ തന്നെ ഇവരെ എന്ത് ചെയ്യും? ഒരു സമാധാനപരമായിട്ടുള്ള ചർച്ചയിലൂടെ എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ അന്തർദേശീയ സംഘടനകൾ ഉള്ളതുകൊണ്ട് ഉള്ള വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ഓരോ രാജ്യത്തിനും തനിച്ച് പരിഹരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് ഇപ്പം ചില രോഗങ്ങൾ, ഇപ്പോൾ പോളിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യ മാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ നിന്ന് ഫുള്ളായിട്ട് പോളിയോ നിർമ്മാർജ്ജനം ചെയ്യാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ളതല്ല. അപ്പോൾ എന്താണ്, പല രാജ്യങ്ങളും ഒന്നിച്ച് നിന്നിട്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടും കുത്തിവയ്പ്പ് കൊടുത്തിട്ടും പോളിയോ തുള്ളിമരുന്നായിട്ടും അതിനുള്ള അവയർനെസ് പ്രോഗ്രാംസ് നടത്തിയിട്ടും അങ്ങനെ എല്ലാ രാജ്യങ്ങളെയും കൂടിയും ഒന്നിച്ച് നടത്തിയിട്ട് അന്തർദേശീയമായിട്ട് ഒരു കൂട്ടായ്മ പോലെ എല്ലാം കൂടി ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇനി നമ്മളുടെ താരത്തിന്റെ കാര്യത്തിലേക്ക് നടക്കാം. ഐക്യരാഷ്ട്ര സംഘടന അഥവാ UNO സ്ഥാപിതമായിട്ടുള്ള വർഷം ഡേറ്റ് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 1945 ഒക്ടോബർ 24-നാണ് ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിതമാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന അഥവാ UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്? അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോക സമാധാനവും സുരക്ഷിതത്വവും പാലിക്കാൻ വേണ്ടിയിട്ട്, ലോക സമാധാനം സുരക്ഷിതത്വവും പാലിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. വേറെയും ലക്ഷ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പറയാം. മെയിൻ ആയിട്ട് ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ലോക സമാധാനവും സുരക്ഷിതത്വവുമാണ്. ഇനി ഐക്യരാഷ്ട്രങ്ങൾ, യുണൈറ്റഡ് നേഷൻസ് എന്നുള്ള ഈ ഒരു പദം കൊണ്ടുവന്ന വ്യക്തിയെ ഒന്ന് ഓർത്തിരിക്കുക. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന വുഡ്രോ വിൽസൺ ആണ്. വുഡ്രോ വിൽസൺ ആണ് ഐക്യരാഷ്ട്രങ്ങൾ എന്നുള്ള ആ ഒരു പദം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ലീഗ് ഓഫ് നേഷൻസിന്റെ പിൻഗാമിയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. ആദ്യം ഒരു അന്താരാഷ്ട്ര സെറ്റപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യമായിരുന്നു നമ്മുടെ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. അതിനെ ഡെവലപ്പ് ചെയ്തിട്ടും അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് എന്ത് വരുന്നത്? ഇതിനെ മാറ്റിക്കൊണ്ട് അവിടെ ഐക്യരാഷ്ട്ര സംഘടന രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പം ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലീഗ് ഓഫ് നേഷൻസ് എന്താണ് എന്നുള്ള കാര്യത്തിലേക്ക് ഒന്ന് നോക്കിയാലോ. ലീഗ് ഓഫ് നേഷൻസ് വരുന്ന വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്കുക, 1920-ലാണ്. 1920-ലാണ് ജാനുവരി 10. 1920 ജാനുവരി 10-നാണ് എന്ത് വരുന്നത്? ലീഗ് ഓഫ് നേഷൻസ് വരുന്നത്. ലീഗ് ഓഫ് നേഷൻസ് 1920 എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ്. ഒന്നാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ നമുക്കൊരു ഉടമ്പടി നമ്മൾ പഠിക്കുന്നുണ്ടാവും, വേഴ്സായി ഉടമ്പടി എന്ന് പറയുന്നത്. ആ ഒരു വേഴ്സായി ഉടമ്പടിയിലാണ് ഇങ്ങനെ ഒരു ലീഗ് ഓഫ് നേഷൻസ്, ഒരു അന്താരാഷ്ട്ര സംഘടന, ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു അന്താരാഷ്ട്ര സംഘടന കൊണ്ടുവരണം എന്നുള്ള ഒരു ആശയം ആദ്യമായിട്ട് വരുന്നത്. ലീഗ് ഓഫ് നേഷൻസ് കൊണ്ടുവരണം
രൂപീകരണം എന്നൊരു ആശയം വരുന്നത് അത് വേഴ്സായി ഉടമ്പടിയിലാണ്. വേഴ്സായി ഉടമ്പടിയുടെ വർഷം 1919 കേട്ടോ. 1919 വേഴ്സായി ഉടമ്പടി വരുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശം, അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ച ആള് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഐക്യരാഷ്ട്രങ്ങൾ എന്നുള്ള ആ ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്ത ആള് അത് വുഡ്രോ വിൽസൺ ആണ്. ഓക്കെ, വുഡ്രോ വിൽസൺ ആണ് ഇങ്ങനെ ലീഗ് ഓഫ് നേഷൻസ് എന്നൊരു ആശയത്തിനെ കുറിച്ചിട്ടും ആദ്യമായിട്ട് പറയുന്നത്. ഇനി ലീഗ് ഓഫ് നേഷൻസിന് ഒരു ഭരണഘടനയുണ്ട്, അതിന്റെ പേരാണ് കവനന്റ്. ഓക്കെ, കവനന്റ്. ഓക്കെ, കവനന്റ് എന്നുള്ളത് എന്താണ്? ലീഗ് ഓഫ് നേഷൻസിന്റെ ഭരണഘടനയാണ് കവനന്റ് എന്ന് പറയുന്നത്. ഹാൻഡ് റൈറ്റിംഗ് നോക്കണ്ട, മൗസ് വെച്ച് ചെയ്യുന്നതിനെ കൊണ്ടാണ് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇങ്ങനെ അബദ്ധമായിട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത് ഒരു സക്സസ് ആയിരുന്നോ? അങ്ങനെയാണെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത് ഒരു സക്സസ് ആയിരുന്നോ? അല്ല, ലീഗ് ഓഫ് നേഷൻസ് പല രീതിയിലും ഒരു പരാജയമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ലീഗ് ഓഫ് നേഷൻസ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ നമ്മൾക്ക് സെക്കൻഡ് വേൾഡ് വാർ എന്നൊരു കാര്യം ഉണ്ടാവില്ലായിരുന്നു. കാരണം ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇനി വേറൊരു വേൾഡ് വാർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വുഡ്രോ വിൽസൺ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നതും നമ്മൾ 1920 ജാനുവരി 10 ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിക്കുന്നതും. പക്ഷേ ലീഗ് ഓഫ് നേഷൻസ് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരു സമാധാനവും സഹകരണവും ലോകരാജ്യങ്ങൾക്കിടയിൽ കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നതെങ്കിലും അവർക്കത് പാലിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. ആൻഡ് അതുകൊണ്ട് എന്തുണ്ടായി? ഒന്നാം ലോക മഹായുദ്ധത്തിനേക്കാളും വളരെ വേഴ്സ് ആയിട്ടാണ് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. കോടിക്കണക്കിന് ആൾക്കാരാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെടുകയൊക്കെ ചെയ്യുന്നുള്ളത്. അതുപോലെ ഈ ലീഗ് ഓഫ് നേഷൻസിന്റെ പരാജയത്തിനുള്ള ഒരു കാരണം എന്ന് പറയുന്നതാണ് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം. വേറൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ആശയം കൊണ്ടുവന്ന് നമ്മൾ പറഞ്ഞു വുഡ്രോ വിൽസൺ ആണ് അന്നത്തെ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു. വുഡ്രോ വിൽസൺ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു വുഡ്രോ വിൽസൺ ആണ്. ആൻഡ് ആ ഒരു അമേരിക്ക തന്നെ ആ ഒരു സമയത്ത് ലീഗ് ഓഫ് നേഷൻസിലെ മെമ്പർ ആയിരുന്നില്ല. ഓക്കെ, ലീഗ് ഓഫ് നേഷൻസിൽ അമേരിക്ക മെമ്പർ ആയിരുന്നില്ല. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ, ഓക്കെ, സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR എന്ന് പറയുന്നത് അവർ രണ്ടുപേരും ആ സമയത്ത് വളരെ പ്രബലരായിട്ടുള്ള രാജ്യങ്ങളാണ് ഇത് രണ്ടും എന്ന് പറയുന്നത്. അവർ രണ്ടുപേരും ലീഗ് ഓഫ് നേഷൻസിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ലീഗ് ഓഫ് നേഷൻസ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രബലരായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇവരെന്തൊക്കെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല, അത് അവർക്ക് 100% സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, പക്ഷേ ഇവിടെ ഇതിൽ തുടക്കത്തിൽ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി ഒക്കെ അംഗങ്ങളായിരുന്നു കേട്ടോ ലീഗ് ഓഫ് നേഷൻസിൽ. പക്ഷെ പിന്നീട് ഇവരൊക്കെ ഇതിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഇതിന്റെ പേര് പറയുന്നത് പോലെ സർവ്വരാജ്യങ്ങളുടെ ഒന്ന് സഖ്യം എന്നുള്ള ലീഗ് ഓഫ് നേഷൻസ് എന്നുള്ള ആ ഒരു പേരിൽ നിന്ന് തന്നെ അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. അടുത്ത ഒരു കാരണം അവർ കൊണ്ടുവന്നിട്ടുള്ള വേറൊരു പോളിസി ഉണ്ടായിരുന്നു, നിരായുധീകരണം. ലീഗ് ഓഫ് നേഷൻസ് കൊണ്ടുവന്ന അടുത്തൊരു പോയിന്റ് ആയിരുന്നു നിരായുധീകരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ആയുധങ്ങളില്ലാതെ ലോകത്ത് സമാധാനം കൊണ്ടുവരിക എന്നതായിരുന്നു അത് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആശയം നല്ലതായിരുന്നെങ്കിലും ഇത് വലിയ രാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള അമേരിക്കയും റഷ്യയും ഒന്നും അനുസരിക്കാത്തതിനാൽ ഈ സംഭവം പാളിപ്പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് ലീഗ് ഓഫ് നേഷൻസിന്റെ പരാജയത്തിന്റെ കാരണമായിട്ട് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. ഒന്ന്, അവരവരുടെ പോളിസീസ് ഒന്നും മര്യാദയ്ക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമതായിട്ടുള്ളത് എന്താണ്, ഈ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ അതുപോലെ തന്നെ വലിയ രാജ്യങ്ങളൊന്നും ലീഗ് ഓഫ് നേഷൻസിലെ മെമ്പേഴ്സ് ആയിരുന്നില്ല. മൂന്നാമത്തെ കാര്യമാണ് നിരായുധീകരണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ലീഗ് ഓഫ് നേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. 1920 ജാനുവരി 10 ഇത് സ്ഥാപിതമായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് വേഴ്സായി ഉടമ്പടി വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ആശയം കൊണ്ടുവന്നിട്ടുള്ള ആളായിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന വുഡ്രോ വിൽസൺ എന്ന് പറയുന്നത്. ഭരണഘടനാ കവനന്റ് ആണ്. രണ്ടാം ലോക മഹായുദ്ധം തടയാൻ ഇതിന് സാധിച്ചില്ല, ഇതൊരു പരാജയത്തിനുള്ള ഒരു കാരണമാണ്. ഇനി ലീഗ് ഓഫ് നേഷൻസിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? അത് ജെയിംസ് എറിക് ഡ്രമണ്ട് ആണ് കേട്ടോ. ജെയിംസ് എറിക് ഡ്രമണ്ട് ആണ് ആദ്യത്തെ ലീഗ് ഓഫ് നേഷൻസിന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അവസാനത്തെ ആള് അത് സെൻ ലെസ്റ്റർ ആണ്. ഓക്കെ, സെൻ ലെസ്റ്റർ അവസാനത്തെ ജനറൽ സെക്രട്ടറി ആണ്. 1946 ഏപ്രിൽ 20 എന്ത് ചെയ്യുന്നു, ഈ ലീഗ് ഓഫ് നേഷൻസ് പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഇഫക്റ്റീവ് അല്ല എന്നൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, ഇത് പിരിച്ചുവിടുന്നു. എപ്പം? 1946 ഏപ്രിൽ 20. ഓക്കെ, അങ്ങനെ നമ്മൾ ലീഗ് ഓഫ് നേഷൻസ് 1946 പിരിച്ചുവിടുന്നു. UN നിർമ്മാണം പുതിയൊരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം UN പെട്ടെന്ന് ഒരു ദിവസം നിർമ്മിച്ചിട്ടുള്ളതാണോ? അല്ല, വർഷങ്ങളെടുത്ത് ഓരോ സമ്മേളനങ്ങളിലൂടെ ഓരോന്നോരോന്നായി പടിപടിയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് UN എന്ന് പറയുന്നത്. UN നിർമ്മാണത്തിനായിട്ട് വിവിധതരം സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ആദ്യത്തെ സമ്മേളനമാണ് അറ്റ്ലാന്റിക് സമ്മേളനം എന്ന് പറയുന്നത് കേട്ടോ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഏതൊക്കെയാണ് സമ്മേളനങ്ങൾ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. അതൊക്കെ ചിലപ്പം ഓഡ് വൺ ഔട്ട് പോലെ അങ്ങനത്തെ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. അറ്റ്ലാന്റിക് സമ്മേളനമാണ് ആദ്യത്തേത്. പിന്നെയുള്ളതാണ് വാഷിംഗ്ടൺ സമ്മേളനം, മോസ്കോ സമ്മേളനം, ഡംപാർട്ടൺ ഓക്സ് സമ്മേളനം, അതുപോലെ തന്നെ യാൾട്ട സമ്മേളനം. അപ്പോൾ എത്ര സമ്മേളനങ്ങളാണുള്ളത്? 5 സമ്മേളനങ്ങളാണുള്ളത്. അറ്റ്ലാന്റിക് സമ്മേളനം, വാഷിംഗ്ടൺ സമ്മേളനം, മോസ്കോ സമ്മേളനം, ഡംപാർട്ടൺ ഓക്സ് സമ്മേളനം, അതുപോലെ തന്നെ യാൾട്ട സമ്മേളനവുമാണ് ഉള്ളത്. UN സ്ഥാപക സമ്മേളനം നടക്കുന്നത് 1945 ഏപ്രിൽ 25 മുതൽ ജൂൺ 26 വരെ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചിട്ടാണ്. ഓക്കെ, സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചിട്ട് എപ്പോഴാണ്? 1945 ഏപ്രിൽ 25 മുതൽ ജൂൺ 26 വരെയാണ് സ്ഥാപക സമ്മേളനം നടക്കുന്നത്.
അതിനുശേഷം ജൂൺ 26-ന് 50 രാജ്യങ്ങൾ ഈ ഒരു പ്രമാണത്തിൽ ഒപ്പുവെക്കുകയാണ്. UN കൊണ്ടുവരാം, UN ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള ആ ഒരു കാര്യത്തിൽ ജൂൺ 26-ാം തീയതി 1945 50 രാജ്യങ്ങൾ ഒപ്പുവെക്കുന്നു. ഇവിടെ നമ്മൾ 50 എന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടാവും. നമ്മൾ 51 രാജ്യങ്ങളാണല്ലോ സ്ഥാപക രാജ്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റാണ്. 51 രാജ്യങ്ങൾ തന്നെയാണ് സ്ഥാപക രാജ്യങ്ങളായിട്ടുള്ളത്. പക്ഷേ ജൂൺ 26-ന് ഒപ്പുവെച്ചത് വെറും 50 രാജ്യങ്ങൾ മാത്രമായിരുന്നു. ഒരു രാജ്യം എക്സ്ട്രാ ഒരു രാജ്യം വരുന്നത് 1945 ഒക്ടോബർ 15-നാണ്. ഒക്ടോബർ 15-നാണ് വേറൊരു രാജ്യം വരുന്നത്, പോളണ്ടാണ്. പോളണ്ട് വരുന്നു, പോളണ്ട് ഒപ്പുവെക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പോളണ്ടിനെ സ്ഥാപക രാജ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടാണ് എപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും 51 രാജ്യങ്ങളാണ് സ്ഥാപക അംഗങ്ങളായിട്ടുള്ളത് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ജൂൺ 26-ന് 50 രാജ്യങ്ങൾ മാത്രമാണ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു എക്സ്ട്രാ ഒരു രാജ്യം ഒപ്പുവെക്കുന്നത് ഒക്ടോബർ 15 1945-നാണ്. അത് പോളണ്ടാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ 1945 ഒക്ടോബർ 24-ന് എന്ത് വരുന്നു, UN നിലവിൽ വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു ചാർട്ട് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള ഒരു ചാർട്ടാണ്. 1941, അതായത് ഓരോ സമ്മേളനങ്ങളിലും എന്തൊക്കെയാണ് അതിലെ മെയിൻ പോയിന്റ്സ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. ഇതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ആദ്യത്തെ സമ്മേളനം നമ്മൾ പറഞ്ഞു അറ്റ്ലാന്റിക് സമ്മേളനമാണ്. വർഷവും ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും വർഷം എന്തായാലും നോക്കി വയ്ക്കുക. 1941-ലാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്, അറ്റ്ലാന്റിക് സമ്മേളനം. US പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിലും ചേർന്നിട്ടാണ് ഇത് ഒപ്പുവയ്ക്കുന്നത്. അപ്പം ഇത് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. അറ്റ്ലാന്റിക് ചാർട്ടറാണ് AC ഒപ്പുവയ്ക്കുന്നത് ആരൊക്കെയാണ്? അത് റൂസ്വെൽറ്റും ചർച്ചിലുമാണ്. RC ആണ് AC ഒപ്പുവയ്ക്കുന്നത്, RC ആണ്. അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവയ്ക്കുന്ന ആരൊക്കെയാണ്? റൂസ്വെൽറ്റും അതുപോലെ തന്നെ വിൻസ്റ്റൺ ചർച്ചിലുമാണ്. യുദ്ധം തടയുന്നതിന് ലോകസംഘത്തിന്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് ചൂണ്ടിക്കാട്ടിയത് ഏതിലാണ്? അത് അറ്റ്ലാന്റിക് സമ്മേളനത്തിലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക. അടുത്ത വർഷം 1942 ജാനുവരിയിൽ വാഷിംഗ്ടൺ സമ്മേളനം നടക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ് വാഷിംഗ്ടൺ സമ്മേളനം എന്ന് പറയുന്നത്. അച്ചുതണ്ട് ശക്തികൾക്കെതിരെ പൊരുതിക്കൊണ്ടിരുന്ന 26 സഖ്യരാഷ്ട്രങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? അറ്റ്ലാന്റിക് പ്രമാണത്തെ ഇവർ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് യുണൈറ്റഡ് നേഷൻസ് എന്നുള്ള ഒരു പ്രഖ്യാപനത്തിൽ ഇവർ ഒപ്പുവെക്കുന്നു. അപ്പം യുണൈറ്റഡ് നേഷൻസ് എന്നുള്ള ആ ഒരു ഇതിൽ ഒപ്പുവെക്കുന്നത്, അറ്റ്ലാന്റിക് ചാർട്ടർ അംഗീകരിച്ചുകൊണ്ട് അതിൽ ഒപ്പുവെക്കുന്നത് എപ്പോഴാണ്? അത് വാഷിംഗ്ടൺ സമ്മേളനത്തിലാണ്, 1942. ആൻഡ് ഈ ഒരു വാഷിംഗ്ടൺ സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് റൂസ്വെൽറ്റ് യുണൈറ്റഡ് നേഷൻസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗപ്പെട്ടു. അത് നിർദ്ദേശിച്ചതാരായിരുന്നു? അത് റൂസ്വെൽറ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തതായിട്ട് ഉള്ളതാണ് 1943-ലാണ് മോസ്കോ സമ്മേളനം വരുന്നത്. 1943 ഒക്ടോബറിൽ മോസ്കോ സമ്മേളനം വരുന്നു. UN രൂപീകരിക്കാനുള്ള ഒഫീഷ്യൽ തീരുമാനം എടുക്കുന്നത് ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഈ ഒരു സമ്മേളനത്തിൽ എന്ത് വരുന്നു? ഒഫീഷ്യൽ ഔപചാരികമായിട്ടുള്ള ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാനുള്ള ഒരു ഇത് കൈക്കൊള്ളുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അടുത്തതായിട്ടുള്ളതാണ് അതേ വർഷം 1943 തന്നെയാണ് ടെഹ്റാൻ സമ്മേളനം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെഹ്റാൻ സമ്മേളനം എന്ന് പറയുന്നത്, ടെഹ്റാൻ സമ്മേളനം നടക്കുന്നത് 1943-ലാണ്. ഇനി അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നിവയുടെ രാഷ്ട്രത്തലവന്മാർ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ഈ ഒരു ടെഹ്റാൻ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. എന്താണ് ഡിസംബറിൽ ത്രിശക്തി ടെഹ്റാൻ പ്രഖ്യാപനം എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്. ഡിസംബറിലാണ് ഇത് നടക്കുന്നത്. ലോകത്തിലെ പ്രബല രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നിവയുടെ രാഷ്ട്രത്തലവന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. UN രൂപീകരിക്കാനുള്ള തീരുമാനം ഒരു പ്രഖ്യാപനത്തിലൂടെ ഇവർ ഇതിൽ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് നമ്മൾ UN-നെ എപ്പോൾ പഠിച്ചിട്ടുണ്ടോ അന്നൊക്കെ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടാവുക ഈ ഒരു യാൾട്ട സമ്മേളനമാണ് അല്ലെ. യാൾട്ട സമ്മേളനം ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? അത് UN രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം യാൾട്ട സമ്മേളനത്തിന്റെ വർഷം എന്ന് ഓർത്തിരിക്കുക. 1945-ലാണ് നടക്കുന്നത്. അവിടെ വെച്ചിട്ട് എന്താ നടക്കുന്നത്? യാൾട്ട സമ്മേളനത്തിൽ സാൻ ഫ്രാൻസിസ്കോയിൽ UN-ന്റെ സ്ഥാപക സമ്മേളനം വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ സ്ഥാപക സമ്മേളനം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്? സാൻ ഫ്രാൻസിസ്കോയിൽ. അങ്ങനെ അവിടെ നടത്താമെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു യാൾട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അങ്ങനെ 1945 ഏപ്രിൽ മെയ് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം നടക്കുകയാണ്. 50 രാഷ്ട്രങ്ങളുടെ 260 പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നു. UN-ന്റെ അന്തിമ പ്രമാണം ഇവർ എഴുതിയുണ്ടാക്കുന്നു. ജൂൺ 26-ന് UN പ്രമാണത്തിൽ 50 രാജ്യങ്ങൾ ഒപ്പുവെക്കുന്നുണ്ട്. ഒക്ടോബർ 15 ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്യാം. ഒക്ടോബർ 15-ന് പോളണ്ട് കൂടി വരുന്നതോട് കൂടിയിട്ട് അംഗസംഖ്യ 51 ഉയരുകയാണ് ചെയ്യുന്നത്. ആൻഡ് 1945 ഒക്ടോബർ 24-ന് UN നിലവിൽ വരുന്നു. ആൻഡ് ഒക്ടോബർ 24 നമ്മൾ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര UN ദിനം ആയിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം ആചരിക്കുന്നത്. അതെ, ഒക്ടോബർ 24 UN ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നു. അപ്പം ഇന്ത്യ നമ്മുടെ സ്ഥാപകാംഗമായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ സ്ഥാപിക്കുന്ന സമയത്ത് UN-ൽ ഇന്ത്യ അംഗമായിരുന്നില്ല. അംഗമാകുന്നത് എപ്പോഴാണ്? 1945 ഒക്ടോബർ 30-നാണ് UN അംഗമാകുന്നത്. എത്രാമത്തെ രാജ്യമായിട്ടാണ്? 29ാമത്തെ രാജ്യമായിട്ടാണ് എന്നുള്ള ഓർത്തിരിക്കട്ടെ. 29ാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ UN-ൽ അംഗമാകുന്നത്. ഇനി നമ്മൾ UN-ന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് പറയാം. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക എന്നത് ഈ ഒരു UN-ന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളും ചെറുതും വലുതും വ്യത്യാസമില്ലാത്ത രാജ്യങ്ങളുടെ അവകാശങ്ങളും ഊട്ടിയുറപ്പിക്കുക
എന്നത് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു അജണ്ടയായിരുന്നു. അതുപോലെ തന്നെ കരാറുകളെയും അന്തർദേശീയ നിയമങ്ങളെയും ബഹുമാനിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുക, അയൽരാജ്യങ്ങൾ തമ്മിൽ സഹിഷ്ണുതയും സമാധാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടുവരിക. ഓക്കെ, അയൽരാജ്യങ്ങൾ മീൻസ് എല്ലാ രാജ്യങ്ങളും തമ്മിൽ സമാധാനത്തിനും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടുവരിക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുള്ള വേറൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ലോക സമാധാനവും സുരക്ഷിതത്വവും ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ലോക ജനതയുടെ പൊതു താല്പര്യത്തിനായിട്ടല്ലാതെ സായുധ സേനയെ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, ഓർത്തിരിക്കേണ്ട പോയിന്റാണ്. ലോക ജനതയുടെ പൊതു താല്പര്യത്തിനായിട്ടല്ലാതെ സായുധ സേനയെ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ എന്താണ്, മനുഷ്യരാശിയുടെ മുഴുവൻ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പുരോഗതിക്കായിട്ട് അന്തർദേശീയ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, അന്തർദേശീയ സംവിധാനങ്ങൾ എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യരാശിയുടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള യുഎന്നിന്റെ ലക്ഷ്യങ്ങൾ. ഇനി നമുക്ക് നോക്കാം യുഎന്നിന്റെ ആസ്ഥാനം. മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആസ്ഥാനം എവിടെയാണ്? മാൻഹാറ്റൻ ആണ് കേട്ടോ, ന്യൂയോർക്ക്, അല്ലെങ്കിൽ ന്യൂയോർക്ക് എന്ന് പഠിച്ചു വെച്ചാൽ മതി. ന്യൂയോർക്കിലെ മാൻഹാറ്റനിലാണ് ഇതിന്റെ ആസ്ഥാനം. ആൻഡ് ഈ യുഎൻ യൂറോപ്പിൽ ഒരു ആസ്ഥാനം കൂടി ഉണ്ട്, ഇത് ഓർത്തിരിക്കുക. യൂറോപ്യൻ ആസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂയോർക്ക് എന്ന് എഴുതി പോയത്. യൂറോപ്യൻ ആസ്ഥാനം ഏതാണ്? അത് ജനീവയാണ്, ജനീവ. ഇനി ജോൺ ഡി റോക്ക്ഫെല്ലർ സംഭാവന ചെയ്ത ന്യൂയോർക്കിലെ മനാറ്റൻ ദ്വീപിലെ 17 ഏക്കർ സ്ഥലത്താണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. ഇത് പണ്ടൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, ആര് കൊടുത്തിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു യുഎന്നിന്റെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം അതൊക്കെ വളരെ ബേസിക്, വളരെ ഈസി ടൈപ്പ് ക്വസ്റ്റൻസിൽ പെട്ടായതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒന്നും ഇനി വരുന്നത് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യുഎന്നിന്റെ പ്രഥമ പൊതുസമ്മേളനം നടക്കുന്നത് 1946 അതായത് രൂപീകരിച്ച അടുത്ത വർഷമാണ് ആദ്യത്തെ പൊതുസമ്മേളനം നടക്കുന്നത്. ലണ്ടനിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഇനി പതാക നോക്കുകയാണെങ്കിൽ എന്താ, ഇവിടെ പതാക കൊടുത്തിട്ടുണ്ട്. നീല പശ്ചാത്തലത്തിൽ 2 ഒലിവ് ചില്ലകൾക്കിടയിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടം എന്നുള്ള രീതിയിലാണ് എന്ത് ഇരിക്കുന്നത്, പതാക ഇരിക്കുന്നത്. നമുക്കറിയാം അല്ലേ, പതാക നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതാ പതാക ഇതാണ്. എന്താണ് അംഗീകരിച്ചത്? ഈ പതാക അംഗീകരിക്കുന്നത് എപ്പോഴാണ്? 1947 ഒക്ടോബർ 20 1947 ഒക്ടോബർ 20 പതാക നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിലെ അംഗസംഖ്യ 193 അംഗങ്ങളാണ് യുഎന്നിൽ നിലവിലുള്ളത്. അപ്പോൾ 193ാമത്തെ അംഗം ഏതാണ്? അവസാനത്തെ അംഗമായിട്ട് വന്നിട്ടുള്ളത് ദക്ഷിണ സുഡാനാണ്. 2011 ജൂലൈ 14 ദക്ഷിണ സുഡാൻ യുഎന്നിൽ അംഗമായിട്ട് വരുന്നത്. ഇനി ഔദ്യോഗിക ഭാഷകൾ, 6 ഔദ്യോഗിക ഭാഷകളാണ് യുഎന്നിലുള്ളത്. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. അവിടെ നമ്മൾ എപ്പോഴും ഒരു കോഡായിട്ട് പഠിക്കാറുണ്ട്, ഫ്രെസ്ക എന്ന് പറഞ്ഞിട്ട് കേട്ടോ, FRESCA, ഫ്രെസ്ക എന്ന് പറയുമ്പോൾ ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. ഇവിടെ ഞാൻ ഗ്രീനിൽ കൊടുത്തിട്ടുണ്ട് ഫ്രഞ്ചും ഇംഗ്ലീഷും. അത് എന്തുകൊണ്ടാണ്? ഇവിടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വേണ്ടിയിട്ട് യുഎന്നിന്റെ ഡേ ടു ഡേ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഭാഷകളാണ് ഫ്രഞ്ചും ഇംഗ്ലീഷും. അപ്പം അറബിക് എന്താണ്? അറബിക് ഏറ്റവും അവസാനമായിട്ട് ഔദ്യോഗിക ഭാഷയാക്കിയിട്ടുള്ളത് അറബിക്കാണ്. അറബിക് വരുന്നത് 1973 കേട്ടോ. 1973 എന്ത് വരുന്നത്? ഔദ്യോഗിക ഭാഷയായിട്ട് അറബിക്കിനെ അംഗീകരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അടുത്ത നോക്കാം യുഎൻ ചാർട്ടർ. യുഎൻ ചാർട്ടർ നമ്മൾ ലീഗ് ഓഫ് നേഷൻസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കവനന്റ് എന്ന് പറയുന്നതാണ് ലീഗ് ഓഫ് നേഷൻസിന്റെ ഭരണഘടന എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യുഎന്നിന്റെ ഒരു ഭരണഘടന ഉണ്ടാവുമല്ലോ, അതിന്റെ പേരാണ് യുഎൻ ചാർട്ടർ എന്ന് പറയുന്നത്. യുഎന്നിന്റെ ലക്ഷ്യങ്ങളും അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളും കടമകളും ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് യുഎൻ ചാർട്ടർ എന്ന് പറയുന്നത്. യുഎൻ ചാർട്ടറിന്റെ ആമുഖത്തിന്റെ ശില്പിയാണ്, അത് ഫീൽഡ് മാർഷൽ സ്മട്സ് ആണ്. ഓക്കെ, ഫീൽഡ് മാർഷൽ സ്മട്സ് ആരാണ്? യുഎൻ ചാർട്ടറിന്റെ ആമുഖം എഴുതിയിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണ്. ഇതിൽ ഒപ്പുവെച്ചത് 1945 ജൂൺ 26 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, യുഎൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് 50 രാജ്യങ്ങൾ ഒപ്പുവെച്ച അതേ സമയത്ത് തന്നെയാണ് യുഎൻ ചാർട്ടർ വരുന്നത്. 1945 ജൂൺ 26 51ാമത്തെ രാജ്യമായിട്ട് വന്നിട്ടുള്ളത് പോളണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യക്ക് വേണ്ടി യുഎൻ ചാർട്ടറിൽ ഒപ്പുവെച്ച ഇതൊന്ന് നോക്കി വെച്ചേക്കാം. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് ആരാണ്? അത് രാമസ്വാമി മുതലിയാറാണ് കേട്ടോ. രാമസ്വാമി മുതലിയാറാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് യുഎൻ ചാർട്ടറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് മെയിൻ ആയിട്ടുള്ള യുഎനെ പറ്റി പഠിക്കുന്ന സമയത്ത് വളരെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് യുഎൻ ഘടകങ്ങൾ എന്ന് പറയുന്നത്. യുഎൻ ഘടകങ്ങൾ ആരംഭത്തിൽ 6 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. 6 ഘടകങ്ങളായിരുന്നു യുഎന്നിന് ഉണ്ടായിരുന്നത്. അപ്പം ഏതൊക്കെയാണ്? പൊതുസഭ അഥവാ ജനറൽ കൗൺസിൽ എന്ന് പറയും. സുരക്ഷാ സമിതി, രക്ഷാസമിതി എന്ന് പറയാറുണ്ട്, സെക്യൂരിറ്റി കൗൺസിലാണ്. സാമ്പത്തിക സാമൂഹിക സമിതി, എക്കണോമിക് സോഷ്യൽ കൗൺസിൽ എന്ന് പറയും, ഓർഗനൈസേഷൻ സമിതി. ഇനി ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഉണ്ട്, രാജ്യാന്തര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ്. ഓക്കെ, ഇങ്ങനെ 6 ഘടകങ്ങളാണ് യുഎന്നിന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴെന്താണ് 5 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ ഒരു ആൾ ഇല്ല, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഇല്ല. എന്തുകൊണ്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം, എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് പൊതുസഭയെ കുറിച്ചിട്ടാണ്. പൊതുസഭ എന്ന് പറയുമ്പോൾ യുഎന്നിന്റെ ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ എന്ന് പറയുന്നത്. ഓക്കെ, പൊതുസഭയ്ക്ക് വേറെ ഒത്തിരി അധികം പേരുകളിൽ നമ്മൾ പൊതുസഭയെ അറിയപ്പെടുന്നുണ്ട്. ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്നത് പൊതുസഭയാണ്. രാഷ്ട്രങ്ങളുടെ പാർലമെന്റ്, വാക്ക് ഫാക്ടറി എന്ന് പരിഹാസപൂർവ്വം പറയുന്നതാണ് വാക്ക് ഫാക്ടറി എന്ന്. അതങ്ങനെ പറയുന്നത് ഏതാണ്? പൊതുസഭയാണ്. അതുപോലെ തന്നെ ലോകത്തിന്റെ സമ്മേളന നഗരി, യുഎൻ കാര്യവിചാര സഭ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? പൊതുസഭയാണ്. അപ്പം ഇത്രയും വിശേഷണങ്ങളുള്ള ആളാണ് പൊതുസഭ എന്ന് പറയുന്നത്.
ഐക്യരാഷ്ട്രസഭയുടെ അംഗരാഷ്ട്രങ്ങൾക്കെല്ലാം തുല്യ പ്രാധാന്യമുള്ള ഏക ഘടകം അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒരു ചർച്ചാവേദിയാണ് ഏതെന്ന് പറയുന്നത് പൊതുസഭ എന്ന് പറയുന്നത്. ഓക്കെ, തുല്യ പ്രാധാന്യം വരുന്നത് ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അത് പൊതുസഭയിലാണ് കേട്ടോ. ആൻഡ് ഈ ഒരു പൊതുസഭയുടെ ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഒരു ഘടകത്തിനൊഴികെ ബാക്കി എല്ലാ ഘടകങ്ങളുടെയും ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. അത് ഓർത്ത് വെച്ചേക്കുക, എല്ലാത്തിനെയും ആസ്ഥാനം ന്യൂയോർക്കാണ്. ഒരാളുടെ മാത്രം ആസ്ഥാനമാണ് ന്യൂയോർക്ക് അല്ലാത്തത്, അതായത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെത് ന്യൂയോർക്ക് അല്ലാതെ ഹേഗ് ആണ് വരുന്നത്. ഓക്കെ, ഇനി സമാധാനം, സുരക്ഷ, ഐക്യരാഷ്ട്രസഭയുടെ ബഡ്ജറ്റ്, പുതിയ രാജ്യങ്ങളുടെ അംഗത്വം തുടങ്ങിയ സുപ്രധാന കാര്യങ്ങളിലൊക്കെ തന്നെ തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ളത് അത് പൊതുസഭയ്ക്കാണ്. അപ്പം ഏതൊക്കെയാണ്? സമാധാനം, സുരക്ഷ, ഐക്യരാഷ്ട്രസഭയുടെ ബഡ്ജറ്റ്, പുതിയ രാജ്യങ്ങളുടെ അംഗത്വം. പൊതുസഭയുടെ ഒരു പ്രസിഡന്റ് ഉണ്ടാവും, വൈസ് പ്രസിഡന്റ് ഒക്കെ ഉണ്ടാവും. ഇവരുടെ ഒക്കെ തന്നെ കാലാവധി ഒന്ന് ഓർത്തിരിക്കുക, ഒരു വർഷമാണ് കേട്ടോ. ഇവർ പൊതുസഭയുടെ ഒക്കെ ഈ ഒരു പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? അത് ഒരു വർഷമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും 5 പ്രതിനിധികളെ വീതം ഇതിലേക്ക് അയക്കാം. അതായത് നമുക്ക് 193 രാഷ്ട്രങ്ങളുണ്ട്, അതിൽ ഓരോ രാഷ്ട്രങ്ങൾക്ക് 5 പ്രതിനിധികളെ വരെ മാക്സിമം ഇങ്ങോട്ട് അയക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവർക്കെല്ലാം കൂടി ഒറ്റ വോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര പേര് വന്നിട്ടുണ്ടെങ്കിലും ഒരു രാജ്യത്തിന് ഒരു വോട്ട് എന്നുള്ള രീതിയിൽ മാത്രമേ പൊതുസഭയിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇനി വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൊതുസഭ സമ്മേളിക്കുന്നത്. സെപ്റ്റംബർ 1 ശേഷമുള്ള ആദ്യത്തെ ചൊവ്വാഴ്ച തുടങ്ങിയിട്ട് 2 ആഴ്ചയാണ് ഈ ഒരു പൊതുസഭയുടെ സമ്മേളനങ്ങളൊക്കെ നടക്കാറുള്ളത്. സുരക്ഷാ സമിതിയുടെ ആവശ്യപ്രകാരം മറ്റ് അടിയന്തര സന്ദർഭങ്ങളിലും യോഗം ചേരാറുണ്ട്. പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടിയന്തരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രമേയം ഉണ്ടെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള പ്രമേയങ്ങളൊക്കെ പാസ്സാവണമെങ്കിൽ അവിടെ 3/2 ഭൂരിപക്ഷം വേണം. പ്രധാനമല്ലാത്തതായിട്ടുള്ള എന്താ അത്ര ഇമ്പോർട്ടൻ്റ് റെലവൻ്റ് ആയിട്ടുള്ള അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഭൂരിപക്ഷം അത് കേവല ഭൂരിപക്ഷമാണ്. സാധാരണ ഭൂരിപക്ഷം എന്ന് എഴുതിയിട്ടുള്ളത് ഇവിടെ കേരള കേവല ഭൂരിപക്ഷത്തിനാണ് കേട്ടോ. അല്ലാത്ത മെയിൻ ആയിട്ടുള്ള ഡിസിഷൻസ് ആണെങ്കിൽ അവിടെ 3/2 ഭൂരിപക്ഷം വേണം. നിലവിൽ UNGA എന്ന് പറയുന്നത് UN ജനറൽ അസംബ്ലി എന്നാണ്. UNGA ജനറൽ അസംബ്ലിയിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അത് ഡെന്നിസ് ഫ്രാൻസിസ് ആണ്. ഓർത്തിരിക്കുക, ഡെന്നിസ് ഫ്രാൻസിസ്. 78ാമത്തെ സമ്മേളനത്തിലാണ് ഈ ഒരാൾ വന്നിട്ടുള്ളത്. 78ാമത്തെ സമ്മേളനത്തിൽ വന്നിട്ടുള്ള UNGAയുടെ പ്രസിഡന്റ് ആരാണ്? അത് ഡെന്നിസ് ഫ്രാൻസിസ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പൊതുസഭയിൽ വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്ന ഒരു വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വനിതാ പ്രസിഡന്റ് ആദ്യത്തെ ആരാണ്? അത് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. 8ാമത്തെ ആളായിരുന്നു കേട്ടോ. പൊതുസഭയുടെ 8ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്ന് പറയുന്നത്. 1953, വർഷം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം, 1953 വിജയലക്ഷ്മി പണ്ഡിറ്റ് അവിടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. ഇന്ത്യയിൽ നിന്നും പൊതുസഭയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വ്യക്തി കൂടിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. അതുകൊണ്ട് തന്നെ ഇതൊരു കാര്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വിജയലക്ഷ്മി പണ്ഡിറ്റ് ഇന്ത്യയിൽ നിന്നും പൊതുസഭയിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വ്യക്തിയാണ്. അതുപോലെ തന്നെ പൊതുസഭയുടെ തന്നെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് കൂടിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്ന് പറയുന്നത്. ഇനി പൊതുസഭയുടെ പ്രസിഡന്റ് ആയിട്ട് ഒരു പാകിസ്ഥാൻകാരൻ കൂടി വന്നിട്ടുണ്ട്. അയാളുടെ പേരും ഒന്ന് ഓർത്ത് വെച്ചേക്കാം, മുഹമ്മദ് സഫറുള്ള ഖാൻ ആണ് കേട്ടോ. മുഹമ്മദ് സഫറുള്ള ഖാൻ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള UN-ന്റെ പൊതുസഭയുടെ പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഇതിലേക്ക് നോക്കാം. സുരക്ഷാ സമിതിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സുരക്ഷാ സമിതിയിൽ? 15 അംഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, 15 അംഗങ്ങളാണ് സുരക്ഷാ സമിതിയിൽ വരുന്നത് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി സുരക്ഷാ സമിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UN-ന്റെ സുപ്രധാനവും ശക്തവുമായിട്ടുള്ള ഒരു ഘടകമാണ്. ഓക്കെ, സുപ്രധാനവും ശക്തവുമായിട്ടുള്ള ഘടകമാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു രക്ഷാസമിതി അഥവാ സുരക്ഷാ സമിതി എന്ന് പറയുന്നത്. ഇതിന്റെയും ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക് തന്നെയാണ്. ഇതിനെ നമ്മൾ വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നത് UN-ന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം. ഓക്കെ, UN-ന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് വിങ് ഓഫ് ദ UN എന്നറിയപ്പെടുന്നതും ഏതാണ്? രക്ഷാസമിതിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അംഗങ്ങളുടെ കാര്യങ്ങളിലേക്ക് പറഞ്ഞപ്പോൾ 15 അംഗങ്ങളാണുള്ളത്. അതിൽ 5 സ്ഥിര അംഗങ്ങളും അതുപോലെ തന്നെ 10 താൽക്കാലിക അംഗങ്ങളുമാണ് ഉള്ളത്. ഓക്കെ, എന്താണ്? 5 സ്ഥിര അംഗങ്ങളുണ്ട്, 10 താൽക്കാലിക അംഗങ്ങളുണ്ട്. ഈ 5 സ്ഥിര അംഗങ്ങളെയാണ് നമ്മൾ P5 കൺട്രീസ് എന്ന് പറയും, പെർമനന്റ് 5 കൺട്രീസ്. അപ്പം ആരൊക്കെയാണ് ആ സ്ഥിര അംഗങ്ങൾ? ബ്രിട്ടൻ, അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്. ഓക്കെ, ബ്രിട്ടൻ, അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്. ഇവർ മൂന്നാൾ നമ്മൾ ചാർട്ടറൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ മൂന്നാൾ കൂടിയാണ് ഫസ്റ്റ് ഒരു സമ്മേളനത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ബ്രിട്ടൻ, അമേരിക്ക, റഷ്യ ഒക്കെ. പിന്നീട് ഈ ഒരു ചൈന, ഫ്രാൻസിനെ കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി 10 താൽക്കാലിക അംഗങ്ങളാണ് ഉണ്ടാവുക. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 2 വർഷത്തേക്കാണ് ഓരോ താൽക്കാലിക അംഗങ്ങൾ വരുന്നത്. അങ്ങനെ അവർ 2 വർഷം കൂടുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇനി ഈ ഒരു P5 കൺട്രീസിന് സുരക്ഷാ സമിതിയിൽ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് ഉള്ള ഒരു പ്രയോറിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വീറ്റോ പവർ ഉണ്ട്. അവിടെ വീറ്റോ പവർ ഉണ്ട് കേട്ടോ. വീറ്റോ പവർ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ പ്രസിഡന്റ്, നമ്മുടെ ഇന്ത്യയിലൊന്നും പ്രസിഡന്റിന് കൊടുക്കുന്ന പോലത്തെ അങ്ങനത്തെ ടൈപ്പ് വീറ്റോ പവർ അല്ല ഈ ഒരു സുരക്ഷാ സമിതിയിലെ വീറ്റോ പവർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ സുരക്ഷാ സമിതിയുടെ മുന്നിലേക്ക് വരികയാണ്. അവിടെ ഈ ഒരു 4 സ്ഥിരാംഗങ്ങൾ അതിന് അനുകൂലമായിട്ട് പറഞ്ഞു. ബാക്കിയുള്ള 10 താൽക്കാലിക അംഗങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഒരൊറ്റ സ്ഥിരാംഗമെങ്കിലും ഈ ഒരു വീറ്റോ പവർ ഉപയോഗിച്ച് ഇതിനെതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു പ്രമേയം അവിടെ പാസ്സാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. മീൻസ് അങ്ങനെയാണ്. ഈ സ്ഥിരാംഗങ്ങൾ ഒരൊറ്റയാൾ വിചാരിച്ചിട്ടുണ്ടായാൽ മതി ഒരു ബില്ല് പാസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവരുടെ വീറ്റോ പവർ എന്ന് പറയുന്നത്. സുരക്ഷാ സമിതിക്ക് എതിരായിട്ട് ഏറ്റവും കൂടുതലായിട്ട് വിമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യവും ഈ ഒരു സ്ഥിരം അംഗങ്ങളുടെ വീറ്റോ പവർ തന്നെയാണ്.
ആൻഡ് ഈ ഒരു സ്ഥിരാംഗങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളായി ഇങ്ങനെ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. ഇതിന്റെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം കൂട്ടിയിട്ട് അതിൽ ഇടം നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രാജ്യങ്ങളെയാണ് നമ്മൾ G4 അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, G4 കൺട്രീസ് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥിരാംഗത്വം നേടാൻ വേണ്ടി ശ്രമിക്കുന്ന 4 രാജ്യങ്ങളാണ്. അത് ഏതൊക്കെയാണ്? ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ജർമ്മനിയാണ് കേട്ടോ. ഇന്ത്യ, ജപ്പാൻ, ബ്രസീലും ജർമ്മനിയും ഒക്കെ ഏതാണ്? ഈ ഒരു താൽക്കാലികല്ല, ഈ ഒരു P5 കൺട്രീസിന്റെ ആ ഒരു സ്ഥിരാംഗങ്ങളുടെ ഗണത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അംഗങ്ങളാണ്. അപ്പം എന്തൊക്കെയാണ്? കാര്യനിർവഹണ വിഭാഗമാണ് സുരക്ഷാ സമിതി എന്ന് പറയുന്നത്. യുഎന്നിന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകമാണ് സുരക്ഷാ സമിതി. G4 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി. ഓക്കെ, ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി ഏതൊക്കെയാണ്? G4 രാജ്യങ്ങളിൽ പെടുന്നതാണ്. ഈ UN സുരക്ഷാ സമിതിയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കം പരിഗണിക്കുക അല്ലെങ്കിൽ പരിഹരിക്കുക, ആയുധ നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യുക, അക്രമങ്ങൾക്കെതിരെ ഉപരോധവും സൈനിക നടപടിയും സ്വീകരിക്കുക, പുതിയ അംഗങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാണ് കേട്ടോ. ഇവിടെ മലയാളത്തിലെ വൊക്കാബുലറിയിൽ ആരെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. ശുപാർശയില്ല, ശുപാർശയാണേ വരിക. ശുപാർശ കേട്ടോ, ശുപാർശയാണ്. പുതിയ അംഗങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുക. സെക്രട്ടറി ജനറലിന്റെ നിയമനം സംബന്ധിച്ച് പൊതുസഭയ്ക്ക് ശുപാർശ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നതാരാണ്? സെക്യൂരിറ്റി കൗൺസിലാണ്. സെക്യൂരിറ്റി കൗൺസിലിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അടുത്തത് നമ്മുടെ ഒരു CAയിൽ പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നിലവിൽ പുതുതായിട്ട് രക്ഷാസമിതി താൽക്കാലിക അംഗമായിട്ട് വന്നിട്ടുള്ളത് ഡെൻമാർക്ക്, ഗ്രീസ്, പാകിസ്ഥാൻ, പനാമ, സൊമാലിയ, അങ്ങനെ 5 രാജ്യങ്ങളാണ് ഇപ്പം നിലവിൽ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗങ്ങളായിട്ട് വന്നിട്ടുള്ളത്. 2025 വരെയാണ് ഇവരുടെ ടേം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ വന്നിട്ടുണ്ട്. ഇന്ത്യ എപ്പോഴായിരുന്നു വന്നത്? ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 2021-22 ഇന്ത്യ താൽക്കാലിക അംഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത് 8ാം തവണയായിരുന്നു കേട്ടോ. ഇന്ത്യയുടെ 8ാം തവണയായിരുന്നു. അതായത് 8 തവണ ഇന്ത്യ ഇതുപോലെ തന്നെ താൽക്കാലിക അംഗമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ആരാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക്. അത് ജപ്പാനാണ് കേട്ടോ. ജപ്പാനാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇതിൽ താൽക്കാലിക അംഗമായിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം 11 പ്രാവശ്യം എങ്ങാനും വന്നിട്ടുണ്ട് ജപ്പാന് യുഎന്നിന്റെ താൽക്കാലിക അംഗമായിട്ട്. സാമ്പത്തിക സാമൂഹിക സമിതിയാണ് അടുത്തത് പറയുന്നത് കേട്ടോ. സാമ്പത്തിക സാമൂഹിക സമിതി അഥവാ എക്കണോമിക് സോഷ്യൽ കൗൺസിലിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. യുഎന്നിന്റെ രാഷ്ട്രീയ ഇതര ഘടകം ആണ് സാമ്പത്തിക സാമൂഹിക സമിതി എന്ന് പറയുന്നത്. എന്താണ്? യുഎന്നിന്റെ രാഷ്ട്രീയ ഇതര ഘടകത്തെയാണ് സാമ്പത്തിക സാമൂഹിക സമിതി. അത് വേറൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്, എക്കോസോക്ക്. എക്കോ എന്ന് പറഞ്ഞാൽ എക്കണോമിക് സോഷ്യൽ, അതാണ് എക്കോസോക്ക് എന്ന് പറയുന്നത്. എക്കോസോക്ക് എന്നറിയപ്പെടുന്നത് സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. യുഎന്നിന്റെ എല്ലാ ഏജൻസികളും, നമുക്കറിയാം യുഎന്നിന് കുറെ അനുബന്ധ ഏജൻസികളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഏജൻസീസിന്റെ എല്ലാം തന്നെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് ഈ ഒരു എക്കോസോക്കാണ്. രാജ്യാന്തര സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹിക മാർഗങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത് ഈ ഒരു എക്കോസോക്കാണ്. എക്കോസോക്കിൽ ടോട്ടൽ 54 അംഗങ്ങളാണുള്ളത്. ഈ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഓക്കെ, ഇതിൽ നിന്നും അത്ര സാമ്പത്തിക സാമൂഹിക സമിതി അങ്ങനെ എടുത്ത് ചോദിക്കാറില്ല, എന്നാലും നമ്മൾ പഠിച്ചിരിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അടുത്താണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പം ഇല്ലാത്ത ഘടകം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. ഓക്കെ, അപ്പം ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ട്രസ്റ്റിഷിപ്പ് എന്നുള്ളത് ആദ്യം ഞാൻ പറയാം. UN സ്ഥാപിതമായ സമയത്ത് ഏകദേശം 11 പ്രദേശങ്ങൾ ഒന്നിലും പെടാത്തതായിട്ടുണ്ടായിരുന്നു. അത് ഒരു രാജ്യത്തിലും ഒന്നും പെടാത്തതായിട്ട് 11 പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വരുന്നത്. 1994 കൂടിയിട്ട് ഈ പ്രദേശങ്ങളൊക്കെ സ്വതന്ത്രമായി. അതായത് ഒന്നെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളുടെ കൂടി അല്ലെങ്കിൽ അവർ സ്വതന്ത്രമായിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട് മാറി. അങ്ങനെ 94 കൂടിയിട്ട് ഈ ഒരു 11 പ്രദേശങ്ങളും പല വഴിക്കായി, മീൻസ് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടി. അതോടുകൂടിയിട്ടാണ് ഈ ട്രസ്റ്റിഷിപ്പ് നമ്മൾ 1994 ആ ഒരു ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന സാധനം എടുത്തു കളഞ്ഞത്. കാരണം ഈ ഒരു 11 പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്വതന്ത്രമായതോട് കൂടിയിട്ട് ഇതിന്റെ നിലനിൽപ്പില്ലാതെയാവുകയും അങ്ങനെ നമ്മൾ ഇതിനെ എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. അതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ്? പൂർണ്ണമായും സ്വയംഭരണം നേടിയിട്ടില്ലാത്ത പ്രദേശങ്ങൾ. എത്ര പ്രദേശങ്ങൾ എന്ന് പറഞ്ഞു? 11 പ്രദേശങ്ങളുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇതിലെ അംഗങ്ങളെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. രക്ഷാസമിതിയിലെ 5 സ്ഥിരാംഗങ്ങളായിരുന്നു ട്രസ്റ്റിഷിപ്പ് കൗൺസിലിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അമേരിക്കയുടെ ഭരണത്തിലായിരുന്ന പലാവു ആണ് ഏറ്റവും അവസാനം സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള UN ട്രസ്റ്റിഷിപ്പ്. അതായത് 1994 പലാവുവിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതോടുകൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം എടുത്തു കളയുകയും ചെയ്യുന്നത്. വർഷവും ഡേറ്റും ഓർത്ത് വെച്ചേക്ക്. 1994 നവംബർ 1 ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ നമ്മൾ എടുത്തു കളയുന്നത്. UNന്റെ ഇപ്പോഴത്തെ പ്രവർത്തനരഹിതമായിട്ടുള്ള ഘടകം ആണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. അടുത്തതാണ് രാജ്യാന്തര നീതിന്യായ കോടതി അല്ലെങ്കിൽ ICJ എന്ന് പറയും, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. നീതിന്യായ ഘടകം അത് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ അല്ല, നമ്മുടെ ലോക കോടതി എന്നൊക്കെ അറിയപ്പെടുന്നത് നീതിന്യായ ഘടകം, UNന്റെ നീതിന്യായ ഘടകമാണ് രാജ്യാന്തര നീതിന്യായ കോടതി എന്ന് പറയുന്നത്. ന്യൂയോർക്കിന് പുറത്ത് ആസ്ഥാനമുള്ള ഏക ഘടകം. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പല പ്രാവശ്യം ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുള്ളത് ഇതാണ്. ന്യൂയോർക്കിന് പുറത്ത് ആസ്ഥാനമുള്ള UNന്റെ ഘടകം ഏതാണെന്നുള്ളത് അത് രാജ്യാന്തര നീതിന്യായ കോടതിയാണ്, ICJ ആണ്. അതിന്റെ ആസ്ഥാനം ഏതാണ്? ഹെയ്ഗ് ആണ് കേട്ടോ. ഹെയ്ഗ് ആണ് ഇതിന്റെ ആസ്ഥാനം. ഹെയ്ഗ് എവിടെയാണെന്ന് അറിയാം?
അറിയാലോ, നെതർലൻഡ്സ് ആണ് കേട്ടോ. നെതർലൻഡ്സിൽ പെടുന്നതാണ് ഹേഗ് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ടും 2 ഭാഷകളാണ് ഔദ്യോഗിക ഭാഷകളായിട്ടുള്ളത്. നമ്മൾ യുഎന്നിന്റെ കാര്യത്തിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഭാഷ ഏതാണോ അത് തന്നെയാണ് ICJയിൽ ഔദ്യോഗിക ഭാഷയായിട്ട് വരുന്നത്, ഇംഗ്ലീഷും ഫ്രഞ്ചും. രാജ്യങ്ങളാണ് കക്ഷികളായിട്ട് ഈ ഒരു കോടതിയെ സമീപിക്കുന്നത്. ഓക്കെ, വ്യക്തികൾക്ക് വേണ്ടിയിട്ടല്ല ഈ ഒരു കോടതി സ്ഥിതി ചെയ്യുന്നത്, രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ICJ നിലവിൽ ഇരിക്കുന്നത്. ഇനി രാജ്യാന്തര നീതിന്യായ വ്യവസ്ഥകൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയവയെ പറ്റി തീർപ്പ് കൽപ്പിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അത് ICJയിൽ വെച്ചിട്ടാണ്. ഇനി ICJയിൽ 15 ജഡ്ജിമാരാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 15 ജഡ്ജിമാരാണ് ICJയിലുള്ളത്. ഇവരെ തെരഞ്ഞെടുക്കുന്നത് ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലും ചേർന്നിട്ടാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു 15 ജഡ്ജിമാരെയും തെരഞ്ഞെടുക്കുന്നത്. ആൻഡ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 9 വർഷമാണ്. ഓക്കെ, 9 വർഷം കാലാവധിയുള്ള 15 ജഡ്ജിമാരുടെ ഇവരെ തെരഞ്ഞെടുക്കുന്ന ആരാണ്? ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലും ചേർന്നിട്ടാണ്. ഇനി ഇവിടെ നോക്കാം, സ്ഥിരാംഗം. ഈ ഒരു ICJയിൽ സ്ഥിരാംഗമായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ അത് ജസ്റ്റിസ് BN റാവു ആയിരുന്നു കേട്ടോ. സ്ഥിരാംഗമായിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരൻ ജസ്റ്റിസ് BN റാവുവും, പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ അത് നാഗേന്ദ്ര സിംഗുമാണ്. ഓർത്തിരിക്കുക, സ്ഥിരാംഗം ജസ്റ്റിസ് BN റാവുവും, പ്രസിഡന്റ് ആയിട്ടുള്ളത് ഇന്ത്യക്കാരൻ നാഗേന്ദ്ര സിംഗുമാണ്. നിലവിലെ പ്രസിഡന്റിനെ ഓർത്തിരിക്കുക, CA ആണ്, അത് നവാഫ് സലാമാണ് കേട്ടോ. നവാഫ് സലാമാണ് ഇപ്പം ICJയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. നിലവിൽ അംഗമായിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റിസ് ബൽബീർ ഭണ്ഡാരിയാണ്. ഓക്കെ, ജസ്റ്റിസ് ബൽബീർ ഭണ്ഡാരി നിലവിൽ അവിടെ അംഗമായിട്ട് ഇരിക്കുന്ന ആൾ ആണ്. 2027 വരെയാണ് ഇദ്ദേഹത്തിന്റെ നവാഫ് സലാമിന്റെ കാലാവധി എന്ന് പറയുന്നത്. ജസ്റ്റിസ് ബൽബീർ ഭണ്ഡാരി നിലവിൽ അംഗമായിട്ടുള്ള ഇന്ത്യക്കാരനാണ്. അടുത്ത ഘടകം ആണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്കറിയാം, നമ്മുടെ സെക്രട്ടേറിയറ്റ് എന്തിനുള്ളതാണ്? അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. യുഎന്നിന്റെ അങ്ങനെയുള്ള ഒരു ഘടകം ആണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. യുഎന്നിന്റെ ദൈനംദിന ഭരണം നടപ്പിലാക്കുന്ന ഘടകത്തെയാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. രക്ഷാസമിതിയുടെ ശുപാർശ അനുസരിച്ച് പൊതുസഭ നിയമിക്കുന്ന സെക്രട്ടറി ജനറലും ലോകത്താകെ പരന്നു കിടക്കുന്ന UN ഉദ്യോഗസ്ഥരും ചേർന്നിട്ടുള്ളതാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്രട്ടേറിയറ്റിൽ ആരൊക്കെ വരുന്നുണ്ട്? സെക്രട്ടറി ജനറലും അതുപോലെ തന്നെ UNലെ ബാക്കി ഉദ്യോഗസ്ഥരും എല്ലാം ഉൾപ്പെടുന്നതാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, സെക്രട്ടറി ജനറലിന് നിയമിക്കുന്നത് ആരാണ്? അത് പൊതുസഭയാണ്. പൊതുസഭയാണ് നിയമിക്കുന്നത്. പക്ഷെ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ശുപാർശ കൊടുക്കുന്നത് ആരാണ്? അത് രക്ഷാസമിതിയാണ്. രക്ഷാസമിതി ശുപാർശ ചെയ്യുന്ന ആളെയാണ് പൊതുസഭ സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മുഖ്യ ഭരണാധികാരിയാണ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമായിരിക്കും. ആൻഡ് ഇദ്ദേഹത്തിന്റെ വസതിയുടെ പേര് ഒന്ന് ഓർത്തിരിക്കുക, സട്ടൺ പ്ലേസ് ആണ് കേട്ടോ. സട്ടൺ പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സെക്രട്ടറി ജനറലിന്റെ എന്താണ് വസതിയാണ്, വസതിയുടെ പേരാണ്. സെക്രട്ടറി ജനറലിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് അല്ല ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചുമതല എന്താണ്? പൊതുസഭയുടെ അധ്യക്ഷം വഹിക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ള സെക്രട്ടറി ജനറലിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ചുമതല എന്ന് പറയുന്നത് പൊതുസഭയിൽ അധ്യക്ഷം വഹിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സംഘടന UNന്റെ പ്രവർത്തന റിപ്പോർട്ട് എല്ലാം തയ്യാറാക്കി സമർപ്പിക്കുന്നത് ഈ ഒരു സെക്രട്ടറി ജനറൽ ആയിരിക്കും. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ വക്താവായിട്ട് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തിമാരാണ്, അത് സെക്രട്ടറി ജനറൽ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാം ഈ UN സെക്രട്ടറി ജനറൽമാരെ പറ്റിയിട്ടുള്ള ഈ ഒരു ബോക്സ് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ബോക്സ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആദ്യത്തെ UN സെക്രട്ടറി ജനറൽ ഇതുവരെയായിട്ട് 9 പേരാണ് UN സെക്രട്ടറി ജനറൽ ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യത്തെ വ്യക്തി അത് ട്രിഗ്ലി ആണ് കേട്ടോ. ട്രിഗ്ലി ആണ്. നമ്മൾ ട്രിഗ്വേലി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ട്രിഗ്ലി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ട്രിഗ്വേലി ആണ് ആദ്യത്തെ UN സെക്രട്ടറി ജനറൽ. അദ്ദേഹം നോർവേക്കാരനായിരുന്നു. കശ്മീർ വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ശ്രമിച്ച വ്യക്തിയായിരുന്നു ട്രിഗ്ലി എന്ന് പറയുന്നത് കേട്ടോ. കശ്മീർ വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമതും സ്ഥാനം നൽകുന്നതിനെ സോവിയറ്റ് യൂണിയൻ എതിർത്തു. കൊറിയൻ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പരാജയപ്പെട്ടതിന്റെ പേരിൽ ഇദ്ദേഹം വിമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമതും സ്ഥാനം നൽകുന്നതിനെ സോവിയറ്റ് യൂണിയൻ എതിർത്തു. അതായത് ഇദ്ദേഹത്തിന് വീണ്ടും ആ ഒരു പൊസിഷൻ കൊടുക്കാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയാണ് ഉണ്ടായിരുന്നത്. അടുത്ത വ്യക്തിയാണ് ഡാഗ് ഹാമർഷോൾഡ് എന്ന് പറയുന്നത്. അദ്ദേഹം സ്വീഡൻ സാമ്പത്തിക വിദഗ്ധനും അഭിഭാഷകനും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. സൂയിസ് കനാൽ തർക്കം തീർക്കാനും ആഫ്രിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഡാഗ് ഹാമർഷോൾഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. സൂയിസ് കനാൽ തർക്കം തീർക്കാനും ആഫ്രിക്കൻ കോളനിയുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിച്ചതാണ് ഡാഗ് ഹാമർഷോൾഡ് എന്ന് പറയുന്നത്. കോങ്കോ പ്രതിസന്ധി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളിൽ 1961 മരണാനന്തര നൊബേൽ സമ്മാനം ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അപ്പം 1961 മരണാനന്തര നൊബേൽ ലഭിച്ചിട്ടുണ്ട് ഡാഗ് ഹാമർഷോൾഡിന്. ഇനി ഡാഗ് ഹാമർഷോൾഡ് പറയുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ട വേറെ 2 പോയിന്റ്. വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള UN സെക്രട്ടറി ജനറൽ ആണ് ഈ ഒരു ഡാഗ് ഹാമർഷോൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പേരിലാണ് UN ലൈബ്രറി ഇദ്ദേഹത്തിന്റെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. അടുത്ത വ്യക്തിയാണ് യൂത്താണ്ട് എന്ന് പറയുന്നത്. യൂത്താണ്ട് ബർമ്മക്കാരനാണ്, മ്യാൻമറുകാരനാണ് യൂത്താണ്ട് എന്ന് പറയുന്നത്. അധ്യാപകനും നയതന്ത്രജ്ഞനും ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയും കോങ്കോ പ്രതിസന്ധിയും പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച വ്യക്തിയുമായിരുന്നു യൂത്താണ്ട് എന്ന് പറയുന്നത്. അപ്പം ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുടെ സമയത്തും കോങ്കോ പ്രതിസന്ധിയുടെ സമയത്തൊക്കെ ആരാണുള്ളത്? അത് യൂത്താണ്ടാണ്. ഇനി സൈപ്രസിൽ ഐക്യരാഷ്ട്ര സമാധാന പാലന സേനയെ സ്ഥാപിച്ചു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സൈപ്രസിൽ ഐക്യരാഷ്ട്ര സമാധാന പാലന സേനയെ സ്ഥാപിച്ചതാരാണ്? അത് യൂത്താണ്ടായിരുന്നു കേട്ടോ. ഇനി
ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് യൂത്താണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏഷ്യക്കാരനായിട്ടുള്ള ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അത് യൂത്താണ്ടാണ്. ഏത് രാജ്യക്കാരനായിരുന്നു? ബർമ്മക്കാരനായിരുന്നു. അടുത്തതാണ് കർട്ട് വോൾഡ്ഹെയിം എന്ന് പറയുന്നത്. കർട്ട് വോൾഡ്ഹെയിം ഓസ്ട്രേലിയൻ നയതന്ത്രജ്ഞനായിരുന്നു. ലെബനീനിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ബംഗ്ലാദേശിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കർട്ടാണ്. 3-ാം തവണ സ്ഥാനം വഹിക്കാനുള്ള ശ്രമം ചൈന തടഞ്ഞു. അങ്ങനെ ചോദിക്കാനുള്ള ചാൻസസ് ഒന്നുമില്ല. ചിലപ്പം ഇവരുടെ ടൈം ലൈൻ പോലെയൊക്കെ ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ആദ്യത്തെ ആരാണ്, രണ്ടാമത്തെ ആരാണ്, ആ ഒരു രീതിയിലൊക്കെ ചോദിച്ചു പോകാനൊക്കെ ഉള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 9 ആളെയും പറയുന്നത്. അടുത്തതാണ് ജാവിയർ പെരസ്റ്റി ക്വയർ എന്ന് പറയുന്നത്. ജാവിയർ പെരസ്റ്റി ക്വയർ ഏതാണ്? പെറു അഭിഭാഷകനും നയതന്ത്രജ്ഞനും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജാവിയർ പെരസ്റ്റി ക്വയർ എന്ന് പറയുന്നത്. സൈപ്രസ്, അഫ്ഗാനിസ്ഥാൻ, എൽ സാൽവദോർ എന്നിവിടങ്ങളിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഫോക്ലാൻഡ് യുദ്ധത്തിന് ശേഷം ബ്രിട്ടനും അർജന്റീനയും തമ്മിൽ ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചു. ഓക്കെ, ഫോക്ലാൻഡ് യുദ്ധത്തിന് ശേഷം ബ്രിട്ടനും അർജന്റീനയും തമ്മിൽ ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചത് ഇദ്ദേഹമായിരുന്നു. നമീബിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. നമീബിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച സെക്രട്ടറി ജനറൽ ആയിരുന്നു ജാവിയർ പെരസ്റ്റി ക്വയർ എന്ന് പറയുന്നത്. അടുത്തതാണ് ബുട്രോസ് ഗാലി. ഓക്കെ, ബുട്രോസ് ഗാലി, നല്ല അടിപൊളി പേരില്ല ബുട്രോസ് ഗാലി എന്ന് പറയുന്നത്. അദ്ദേഹം ഈജിപ്ഷ്യൻ ആയിരുന്നു കേട്ടോ. ഈജിപ്ഷ്യൻ നയതന്ത്രജ്ഞനായിട്ടുള്ള വ്യക്തിയായിരുന്നു. മൊസാംബിക്കിൽ വിജയകരമായിട്ടുള്ള UN നടപടി നടത്തി. ബോസ്നിയ, സൊമാലിയ, റുവാണ്ട എന്നിവിടങ്ങളിൽ UN പരാജയങ്ങളുടെ പേരിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ബുട്രോസ് ഗാലിയുടെ കാര്യത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരൊറ്റ പോയിന്റ് ആണുള്ളത്. ആഫ്രിക്കക്കാരനായിട്ടുള്ള ആദ്യത്തെ സെക്രട്ടറി ജനറൽ, അതാണ് ബുട്രോസ് ഗാലി എന്ന് പറയുന്നത്. ഈജിപ്ഷ്യൻ ആയിരുന്നു. അടുത്ത വ്യക്തിയാണ് കോഫി അന്നൻ എന്ന് പറയുന്നത്. കോഫി അന്നൻ എന്ന് പറയുന്നത് കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണ് കോഫി അന്നൻ എന്ന് പറയുന്നത്. ഘാനാക്കാരനാണ്. UN ഉദ്യോഗസ്ഥനായിരുന്നു. എയ്ഡ്സ്, ക്ഷയം, മലേറിയ എന്നിവയെ ചെറുക്കുന്നതിനുള്ള ഗ്ലോബൽ ഫണ്ട് സ്ഥാപിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. എയ്ഡ്സ്, ക്ഷയം, മലേറിയ എന്നിവ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലോബൽ ഫണ്ട്, എയ്ഡ്സും ക്ഷയം മലേറിയ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് കോഫി കുടിച്ചാൽ മതി, അങ്ങനെ ഓർത്ത് വയ്ക്കുക. എയ്ഡ്സും ക്ഷയം മലേറിയ മാറാൻ വേണ്ടിയിട്ട് എന്താ മതി? കുറച്ച് കോഫി കുടിച്ചാൽ മതി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇറാഖിലെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. 2005 പീസ് ബിൽഡിംഗ് കമ്മീഷനും മനുഷ്യാവകാശ കൗൺസിലും സ്ഥാപിച്ചു. ഇദ്ദേഹം ആക്ച്വലി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. 2005 പീസ് ബിൽഡിംഗ് കമ്മീഷൻ, മനുഷ്യാവകാശ കൗൺസിലൊക്കെ സ്ഥാപിക്കുന്നു. 2001 സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. നൊബേൽ സമ്മാനം ലഭിച്ച ഏത് വർഷമാണ്? 2001. കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണ് കോഫി അന്നൻ. അടുത്തതാണ് ബാൻ കി മൂൺ എന്ന് പറയുന്നത്. റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ വ്യക്തിയായിരുന്നു ബാൻ കി മൂൺ എന്ന് പറയുന്നത്. 1971 ശേഷം ഈ സ്ഥാനം വഹിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരനൊപ്പം ആരായിരുന്നു? ആദ്യത്തെ ഏഷ്യക്കാരനായിരുന്നു, അത് യൂത്താണ്ടായിരുന്നു. രണ്ടാമത്തെ ആളാണ് ബാൻ കി മൂൺ എന്ന് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനും ഇദ്ദേഹം ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നു. മിലേനിയം ഡെവലപ്മെന്റ് ഗോളുകളിൽ ശ്രദ്ധ ഇദ്ദേഹം കേന്ദ്രീകരിച്ചു. UN വിമൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. ആണവ നിരായുധീകരണത്തിനും സംഘർഷ പരിഹാരത്തിനും ഊന്നൽ നൽകിയ വ്യക്തിയാണ് ബാൻ കി മൂൺ എന്ന് പറയുന്നത്. ഏഷ്യക്കാരനായിട്ടുള്ള രണ്ടാമത്തെ സെക്രട്ടറി ജനറൽ ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക, ഇലക്ഷൻ വന്ന സമയത്ത് ഇദ്ദേഹത്തിന് എതിരെ മത്സരിച്ചത് നമ്മുടെ കേരളക്കാരനാണ്, മലയാളിയാണ്, ശശി തരൂറാണ്. ഓക്കെ, ശശി തരൂർ ആയിരുന്നു. അപ്പോൾ ശശി തരൂർ UN ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ എന്താണ്, UN അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശശി തരൂർ. ഓക്കെ, UN അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ, UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ, UN പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായ മലയാളി. ഈ ഒരു 3 കാര്യങ്ങളും ശശി തരൂറും UNുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് ഇപ്പോഴത്തെ ആളാണ് അന്റോണിയോ ഗുട്രസ് എന്ന് പറയുന്നത്. 9ാമത്തെ വ്യക്തിയാണ് അന്റോണിയോ ഗുട്രസ്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ എടുത്ത് പറയുന്നത്. നിലവിലെ UN സെക്രട്ടറി ജനറൽ ആണ്. 2017 ജാനുവരി 1 ഇദ്ദേഹം സ്ഥാനമേൽക്കുന്നത്. 1995 മുതൽ 2002 വരെ ഇദ്ദേഹം പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ഇദ്ദേഹം ഒരു പോർച്ചുഗൽകാരനാണ്. അത് പോർച്ചുഗലിൽ പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്നത് 1995 മുതൽ 2002 വരെയാണ്. ആൻഡ് 2005 മുതൽ 2015 വരെ UN ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസിലെ അംഗമായിരുന്നു. ഓക്കെ, UN ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് അന്റോണിയോ ഗുട്രസ് എന്ന് പറയുന്നത്. നിലവിലും അദ്ദേഹം തന്നെയാണ് UN സെക്രട്ടറി ജനറൽ ആയിട്ട് ഉള്ളത്. ഈ ടേബിളും അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻ സിസ്റ്റത്തിലെ പ്രിൻസിപ്പൽ ഓർഗൻസിനെ കുറിച്ചിട്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ഘടകങ്ങളെ കുറിച്ചിട്ടും ആ ചാപ്റ്ററിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് പഠിച്ചു പോവുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ഹാപ്പി ലേണിംഗ്.